ഇന്നത്തെ എപ്പിസോഡിനകത്ത് കുറച്ചേറെ സമയം ലാലേട്ടൻ അനീഷ് അനുമോൾ ആ പ്രപ്പോസലിനെ പറ്റി ഡിസ്കസ് ചെയ്തു എല്ലാവരുടെ അടുത്തും. ലാലേട്ടൻ അനീഷിന്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, എന്റെ പ്രേമം നിനക്ക് നിഷേധിക്കാൻ പറ്റില്ല എന്നാണ്. ഒരു പഴഞ്ചൊല്ല് രീതിയിലാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. എന്റെ പ്രണയം നിനക്ക് നിഷേധിക്കാൻ പറ്റാത്ത പ്രേമമാണോ, അത് നിഷേധിക്കാൻ പറ്റുന്ന പ്രേമമാണോ, അതെങ്ങനെയുള്ള പ്രേമമാണെന്ന് അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പ്രണയമാണോ, പ്രേമമാണോ, സ്നേഹമാണോ, അതോ അനുകമ്പയാണോ, എന്താണ് അങ്ങയുടെ മനസ്സിൽ എന്ന് അനീഷിനടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് എണീറ്റ് എന്ന് പറയുന്നു, ലാലേട്ടൻ ഈ പറഞ്ഞ എല്ലാ വികാരങ്ങളും കൂടിയിട്ടുള്ളതായിരുന്നു, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി, അത് തുറന്നങ്ങ് പറഞ്ഞു എന്നാണ് അനീഷ് പറയുന്നത്. നിലപാടുള്ള മനുഷ്യൻ ഞാൻ ഇപ്പോഴും പറയുന്നു, നിലപാടാണ് അവിടെ തുറന്ന് കാണിച്ചത്. അനീഷ് എന്ത് വേണേലും പറയാമായിരുന്നു, അങ്ങനെ പറഞ്ഞു അബദ്ധമായിപ്പോയി ലാലേട്ട, അങ്ങനെ പറയാമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഗെയിമിന് വേണ്ടി പറഞ്ഞതാണ് ലാലേട്ട, അങ്ങനെ പറയാമായിരുന്നു. 9 ദിവസം എനിക്ക് കാത്തു നിൽക്കാൻ വയ്യായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറയാമായിരുന്നു. പക്ഷെ അനീഷ് എന്താണ് പറഞ്ഞത്? ഈ പറഞ്ഞ വികാരങ്ങളെല്ലാം കൂടിയിട്ടുള്ള ഒരു വികാരമായിരുന്നു, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി, അത് ഞാൻ തുറന്നങ്ങ് പറഞ്ഞു. നട്ടലുള്ള മനുഷ്യൻ. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നു, അപ്പൊ അനീഷിന് സമാധാനം തോന്നി അല്ലെ? ഇങ്ങനെ ചോദിച്ചപ്പോ അനീഷിന് സമാധാനം തോന്നിയല്ലേ? ഈ രീതിയിലൊരു ടോപ്പ് ഉണ്ടാവുന്നുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാല്, ജെന്യുവിൻ ആയിട്ടൊരു ഫീലിംഗ് തോന്നി, അത് പറയാനും ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിനകത്ത് നമ്മൾ മടി കാണിക്കണം. അതങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നും അല്ല. അനീഷ് പറയുന്ന പോലെ അതങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നും അല്ല. ഏറ്റവും ബേസിക് ആയിട്ടൊരു മനുഷ്യന് തോന്നുന്ന വികാരങ്ങൾ പോലും ഗെയിം ആണെന്ന് കാണുന്നവർക്ക് തോന്നിയേക്കാം. ലാലേട്ടൻ വീക്കെൻഡിൽ വന്ന് സ്ക്രൂട്ടനൈസും ചെയ്യും നമ്മളെ. അപ്പൊ അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ഉണ്ടല്ലോ, അനീഷിന്റെ ആ ഒരു പ്രപ്പോസൽ അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും വന്നതാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ അനീഷിന് വരുന്ന വിമർശനങ്ങൾ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും, അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും വന്നതുകൊണ്ട് മാത്രമാണ് ഇവർക്കൊക്കെ ഇങ്ങനെ കടന്ന് വിമർശിക്കാനായിട്ട് പറ്റുന്നത്. അത് അദ്ദേഹം ഗെയിമിന് വേണ്ടി ചെയ്ത ഒരു സംഭവം ആയിരുന്നുണ്ടെങ്കിൽ അതിപ്പോ പൊളിഞ്ഞു വീണേനെ, ലാലേട്ടൻ അത് പൊളിച്ചടുക്കിയേനെ. ഗെയിമും കാര്യങ്ങളൊന്നും അല്ല, അത് ആത്മാർത്ഥമായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വന്നൊരു വികാരമാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ പിന്നിലെ ഉദ്ദേശശുദ്ധി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ലാലേട്ടൻ അവർക്കൊരു കേക്ക് ഒക്കെ കൊടുത്തിരുന്നു, ഒന്നല്ല 2 എണ്ണം ഹാർട്ടിന്റെ ഷേപ്പിലുള്ള ഒരു കേക്ക് ഒക്കെ കൊടുത്തിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞ് ലാലേട്ടൻ ബ്രേക്കിന് പോയ സമയത്ത് അനുമോൾ ആദിലയുടെ അടുത്ത് പോയി ആ മേക്കപ്പ് ഏരിയയിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പുള്ളി ഒരുപാട് സന്തോഷിച്ചിരിക്കുവാണ് കേട്ടാ. ലാലേട്ടൻ പറഞ്ഞില്ലേ സമയം എടുത്തോ നോക്കി, എനിക്ക് സമയമൊന്നും വേണ്ട, എനിക്ക് 1 സെക്കൻഡ് മതി, നമ്മുടെ പാർട്ട്ണർ അല്ലേ, എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അനീഷേട്ടൻ വേറെന്തെങ്കിലും പ്രതീക്ഷിക്കുമോ എന്നാണ് എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ബ്രദർലി ഫീൽ ആണോ എന്ന് അതിൽ ചോദിക്കുന്നു. അപ്പൊ അനുമോള് പറയുന്നു, അത് നല്ലപോലെ ഉണ്ട് അയാളുടെ അടുത്ത്, നീ ഇങ്ങനെ കാട് കയറല്ലേ എന്ന് അതില പറയുന്നു. അപ്പൊ ഇതായിരുന്നു ഇവർ തമ്മിൽ നടന്നൊരു ടോക്ക്. ആദിലയുടെ അടുത്ത് ഇങ്ങനെ ബ്രദർലി ഫീൽ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടന്റെ അടുത്ത് പോയി നിന്നിട്ട് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ എന്ന് വെക്കാം, പോട്ടെ. അങ്ങനെ ഫ്രണ്ട് ബ്രദർലി ഫീൽ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും അനുമോൾക്ക് തോന്നുന്നുണ്ടാവില്ല, അതൊക്കെ പോട്ടെ. ഞാൻ ഇതിൻ്റെ അകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് തമ്മില് ഇത്രയും ദിവസത്തെ ഇന്ററാക്ഷൻസും കാര്യങ്ങളും എല്ലാം നോക്കി അനലൈസ് ചെയ്ത് ഇന്നും കൂടി ഒരു വീഡിയോ ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ശരിക്കും ലാലേട്ടൻ പൊളിച്ചടുക്കിയത് അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ ഒരു ഗെയിമും കൂടിയാണ്. അനീഷിനോടുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു അനുമോളുടെ, അത് എത്രയൊക്കെ നിഷേധിച്ചാലും അത് തന്നെയാണ് സത്യം. ആ ഒരു കാര്യം അതൊന്നും മാഞ്ഞു പോയില്ല, എത്രയൊക്കെ ഇരുത്തി വെളുപ്പിച്ചാലും അതൊന്നും മാഞ്ഞു പോയില്ല. അനീഷിന് വെറുതെ പ്രതീക്ഷ കൊടുത്തിട്ട് തന്നെയാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. അപ്പൊ അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ട് ഇപ്പൊ എനിക്കൊരു നിമിഷം മതി നോ പറയാൻ എന്നൊക്കെ പറയുന്നതിന് പിന്നിലെ ഒരു ലോജിക്ക് അത് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇത് വ്യക്തിപരമായ കാര്യങ്ങളാണ്, ഞാൻ കൂടുതൽ വിമർശിക്കുന്നില്ല. വ്യക്തിപരമായിട്ടുള്ള ഒരു ചോയ്സ് ആണ്. ആ പെൺകുട്ടിക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ചോയ്സ് ഉണ്ട്. പിന്നെ 39 വയസ്സും 31 വയസ്സും മാച്ച് ആവില്ല. അതേപോലെ ക്രിസ്ത്യൻ, ഹിന്ദു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ വെച്ച് നോക്കി കൺസിഡർ ചെയ്തിട്ട് പറഞ്ഞാൽ മതി അനീഷ് ചേട്ടന്റെ അടുത്ത്. അനീഷ് ചേട്ടൻ അത് പൂർണ്ണ മനസ്സോടുകൂടി തന്നെ സ്വീകരിക്കും. അത്രയും നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം, അത് പൂർണ്ണ മനസ്സോടെ തന്നെ അദ്ദേഹം സ്വീകരിക്കും. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഗെയിം അത് ഗെയിം ഓവർ ആണ്. അനുമോളുടെ ആ ഒരു ഗെയിം ഓവർ ഫോർ ഹർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അനീഷും തിരിച്ചിനി വേറൊന്നും അനീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്ത സ്ഥിതിക്ക് രണ്ടുപേരുടെയും ഗെയിം ഈ ഒരു രീതിയിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ആയിരിക്കുന്ന കാഴ്ചയാണ്. ലാലേട്ടനിത് അങ്ങനെ ആ രീതിയിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ആക്കിയിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.